ഈ മുഖം ഇന്ന് വൈറലാണ്. മഹാചണ്ടാള ബാവ, വിശേഷിച്ച് നാഗസൈരന്ദ്രിയും ബാബുസ്വാമിയും കൂടി സദസ്സിലെത്തിയപ്പോ ട്രോളുകളുടെ പെരുമഴ കാലമാണ്. പിന്നെ ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം, എന്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. എനിക്ക് മഹാചണ്ടാള ബാവ എന്ന പുതിയ ഐറ്റം എന്താണെന്ന് അറിയാനൊരാഗ്രഹം. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ സംഭവം. പണം ഉണ്ടാക്കാൻ പറ്റുന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ഒരു ഒറ്റ ജോലിയോട് കോടികൾ ഉണ്ടാക്കിയ ആളാ ആ പോയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീജിത്ത് പൊയിൽക്കാവ് എന്ന ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഞാനൊരു ആർട്ടിക്കിൾ വായിക്കാനിടയായി. അത് ബിജു എന്ന ഒരു ദളിതൻ തന്ത്രവിദ്യ പഠിച്ചിട്ട് ആദ്യമായി ഒരു ക്ഷേത്രത്തിൽ പൂജാരിയായതും സവർണർ ആ ദളിതന്റെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കാൻ ശ്രമിച്ചതും ഒക്കെ ചേർന്ന ഒരു യുവാവിന്റെ സമൂഹത്തിൽ നിലനിൽക്കാനുള്ള പോരാട്ടത്തിന്റെ കഥ കൂടിയാണ്. അത് വേറിട്ടതും കൗതുകമുണർത്തുന്നതുമായ ഒരു കഥയാണ്. തിരുവിതാംകൂർ തന്ത്ര പഠന കേന്ദ്രത്തിൽ നിന്നും തന്ത്രം പഠിച്ച ആദ്യ ദളിത് വ്യക്തിയാണ് ഈ ബിജു നാരായണൻ എന്ന ഇന്നത്തെ മഹാചണ്ടാള ബാവ. ഈ മുഖം ഇന്ന് വൈറലാണെന്ന് പറഞ്ഞുവല്ലോ. മഹാചണ്ടാള ബാവയും നാഗസൈരന്ദ്രിയും ചേർന്നാണ് ആ സദസ്സിനെ കുടുകൂട ചിരിപ്പിച്ചത്. പിന്നെ ട്രോളുകളുടെ പെരുമഴ കാലമാണ് കേട്ടോ. അത് പറയുമ്പോൾ ഞാൻ ചിരിച്ചു പോകുന്നു. കാരണം മഹാചണ്ടാള ബാവ സദസ്സിലിരുന്ന് ഈ മലവാര മുത്തപ്പന് വേണ്ടിയിട്ട് ശരണം വിളിക്കുന്നുണ്ട്. ആ ശരണം വിളിയൊക്കെ വൻ ട്രോളുകളാണ്. നമുക്ക് നോക്കാം ആ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ പൂജാവിധികളൊക്കെ പഠിക്കണം, തനിക്കും പൂജാരിയാവണം എന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുവിതാംകൂർ തന്ത്രവിദ്യ പീഠത്തിൽ നിന്നും തന്ത്രങ്ങൾ പഠിക്കുകയും പൂജ പഠിക്കുകയും ഒടുവിൽ ഒരു അമ്പലത്തിലേക്ക് പൂജാരിയായി ചെന്ന് ചേരുകയും ഒക്കെ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ അങ്ങനെ ഒരാൾ കടന്നു വരുമ്പോൾ അത് അംഗീകരിക്കാൻ ആര് തയ്യാറായി എന്ന് ഒരു ചോദ്യമുണ്ട്. അദ്ദേഹം പഠിച്ചത് മോശപ്പെട്ട സ്ഥലത്തു നിന്നല്ല, തിരുവിതാംകൂർ തന്ത്രപഠന കേന്ദ്രത്തിൽ നിന്നാണ് പൂജ പഠിച്ചത്, തന്ത്രങ്ങൾ പഠിച്ചത്. ആദ്യ ദളിത് വ്യക്തിയാണ് എന്നാണ് പറയുന്നത്. മുൻപും ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല കേട്ടോ. അങ്ങനെ തന്ത്രം പഠിച്ച ഈ മഹാചണ്ടാള ബാവ 2016 ഒരു ക്ഷേത്രത്തിൽ തന്ത്രിയായി എത്തുന്നത്. അതിനെതിരെ അവിടെ സവർണർ ഒത്തുകൂടുകയും അദ്ദേഹത്തിനെതിരെ ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിടുകയും ചെയ്തു. ഒടുവിൽ 2017 പിറ്റേ വർഷം ഈ യുവാവിന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ ശ്രമിച്ചു. ജോലിയിൽ നിന്ന് ആ ക്ഷേത്ര കമ്മിറ്റി ഇദ്ദേഹത്തെ പിരിച്ചുവിട്ടു. അദ്ദേഹം ഒരു ദളിതനാണ് എന്ന് മനസ്സിലാക്കിയപ്പോ ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിലനിൽക്കുന്ന പൂജ ഐക്യത്തിനെതിരെ നമുക്ക് എന്തു ചെയ്യാനാകും എന്ന് സ്വന്തം കുലത്തിന്റെ തന്ത്രവിദ്യകളിൽ ഗവേഷണം നടത്തി. അതാണല്ലോ കൗളാചാരം എന്നുദ്ദേശിക്കുന്നത്, മലബാര സമ്പ്രദായം. അങ്ങനെ ആദിമ തന്ത്രവിധിയായ കൗളാചാരവും കൗളവിധിയും മലബാര മന്ത്രവിധിയും പരിശീലിച്ച് അത് പ്രചരിപ്പിക്കാനായി സ്വയം ചണ്ടാള ബാവയായി. ഈയിടെ ഹിന്ദു ലീഗ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിലാണ് എന്ന് തോന്നുന്നു ചണ്ടാള ബാവ ഭാര്യയ്ക്കൊപ്പം വന്ന് ചണ്ടാള ജയന്തി ആഘോഷിച്ചത്. അതിലാണ് നാഗസൈരന്ദ്രി എന്ന കണ്ടന്റ് ക്രിയേറ്റർ പങ്കെടുത്തത്. ഇതിനിടയിൽ തന്നെ നാഗസൈരന്ദ്രി വൈറലാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ എതിർപ്പുകൾക്കും അപ്പുറം ദളിത് ദൈവങ്ങളെ സവർണവൽക്കരിക്കുന്ന ഈ കാലത്ത് നായാടി മുത്തപ്പന്റെ തോറ്റം പാടി അരങ്ങുണർത്തുന്നതിൽ, അതും ഒരു സംഘപരിവാർ ഒരുക്കിയ വേദിയിൽ, അതൊരു ചെറിയ കാര്യമല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒപ്പം ട്രോളുന്നത് പോലെ അത്ര എളുപ്പവുമല്ല ബിജു നാരായണൻ എന്ന ദളിത് യുവാവിൽ നിന്നും മഹാചണ്ടാള ബാവയിലേക്കുള്ള ഒരു യാത്ര. ഒപ്പം മഹാചണ്ടാള ബാവ ഉയർത്തുന്ന മറ്റൊരു ചോദ്യം,
മലബാര സമ്പ്രദായത്തിൽ കർമ്മങ്ങൾ ചെയ്യേണ്ടുന്ന കാവുകളിൽ അതറിയാത്ത വേദം പഠിച്ച ബ്രാഹ്മണൻ പൂജ ചെയ്യുന്നത് എന്തിനാണ്? അദ്ദേഹം ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചാലും പ്രവർത്തിച്ചാലും അദ്ദേഹവുമായി നമ്മൾ ഇടപഴകുമ്പോൾ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മൂർച്ചയുണ്ട്. മനുഷ്യനെയും വിശ്വാസത്തെയും മണ്ണിനെയും വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്ന അതീശത്തെ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു മുഖത്തെ ആണ് അദ്ദേഹം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അത് മനസ്സിലാകാൻ വിഷത്തിന്റെ സൂക്ഷ്മ രാഷ്ട്രീയം വിശകലനം ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്കിൽ ശ്രീജിത്ത് പൊയിൽക്കാവ് ആ ലേഖനം അവസാനിപ്പിക്കുന്നത്. മീഡിയ വൺ ഓൺലൈനിൽ ആ വാർത്ത വന്നതും ഞാൻ ഓർക്കുന്നു. പട്ടാമ്പി വിളയൂരിലെ താമസ സ്ഥലത്ത് നിന്ന് ക്ഷേത്രത്തിലേക്ക് നട തുറക്കാനായി പോകുമ്പോൾ ആയിരുന്നു പൂജാരി ബിജുവിന് അന്ന് ആസിഡ് ആക്രമണം ഉണ്ടായത്. അതിലെ പ്രതികളെ പിടികൂടാൻ പോലീസിന് ആയിട്ടില്ല എന്നാണ് ആ റിപ്പോർട്ടിൽ കണ്ടത്. പിന്നീട് പിടികൂടിയോ ശിക്ഷിച്ചോ എന്നൊന്നും അറിയാനായിട്ടും ഇല്ല. എന്തായാലും മലബാര മുത്തപ്പൻ ദൈവത്തിന്റെ ശരണം വിളി കൗളാനുഷ്ഠാനങ്ങളുടെ അകമ്പടിയിലും അല്പം അഭിനയചാതുര്യത്തിന്റെ മികവിലും സ്റ്റേജിൽ ഇരുന്ന് കാണിച്ചപ്പോ അതിൽ നിറഞ്ഞ ട്രോളുകളിൽ ഏറെ ശ്രദ്ധേയമായത് ആ ശരണം വിളിയുടെ അതേ താളത്തിൽ ട്രോളിയ ആ ഉണ്ടം പൊരിയേ ആ ചോളം പൊരിയേ എന്ന ട്രോളും പിന്നെ നാഗസൈരന്ത്രി പറയുന്ന 5 ഡയലോഗുകളുമാണ്. ബാബുസ്വാമിയെ ഞാൻ അറിയും. ബാബുസ്വാമി എന്റെ ക്ഷേത്രത്തിൽ പണ്ട് വന്നിട്ടുണ്ട്. ആ ദിനങ്ങൾ വളരെ നല്ലതായിരുന്നു എന്നും ബാബുസ്വാമിയും ഞാനും നൃത്തം ചെയ്തു എന്നും ബാബുസ്വാമി നല്ലൊരു നർത്തകൻ കൂടിയാണ് എന്നും പറഞ്ഞപ്പോ മണ്ടന്മാരായ ആസ്വാദകരുടെ മുന്നിൽ വൈറലാവാൻ എന്തെടുത്ത് പ്രയോഗിക്കണമെന്ന് നന്നായി അറിയാവുന്ന നാഗസൈരന്ത്രിയും അതേ വിദ്യ തന്നെ പയറ്റി ഇപ്പോൾ വൈറലായിരിക്കുന്ന മഹാചണ്ഡാള ബാവയും നമുക്ക് കൗതുകവും ചിരിയും നൽകുന്നു. ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം. എന്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം. നന്ദി.